അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എപ്പോഴും കരഞ്ഞതല്ല, നമ്മളെ ഉള്ളിലെ വിഷമങ്ങളും ടെൻഷനുകളൊക്കെ ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും പലരൊക്കെ. നമുക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, മനപ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ അതൊക്കെ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും എല്ലാവരോടും പറയാൻ കഴിയും ഇല്ല, ചിലതൊക്കെ നമുക്ക് ഓപ്പടാക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് കരഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന ടെൻഷനുകളൊക്കെ ഒന്ന് ആലോചിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്തൊരു ഫ്രഷ്നെസ് അനുഭവപ്പെടാറുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അത്ര കണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ആരോടെങ്കിലും അതൊന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ആരുടെത്തെങ്കിലും അതൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സുഖം മനസ്സിനുണ്ടാവും. എന്നാൽ നമുക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? എല്ലാം അറിയുന്ന സർവശക്തനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമുക്ക് എന്തും പറയാം, എല്ലാം അറിയും. നമ്മൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, ആരില്ലാത്തൊരു സമയത്ത്, ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹിനോടൊന്ന് പറഞ്ഞ് കരയാൻ ശ്രമിച്ചു നോക്കി. ആ കരച്ചിൽ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു ഫ്രഷ്നെസ് അനുഭവപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്ക്. കരയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കരയുന്നത് പോലെ കാണിച്ചിട്ടെങ്കിലും നിങ്ങൾ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്ത് നോക്കൂ എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എല്ലാം ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരാൾ അല്ലാഹു തആലയാണ്. കാരണം അല്ലാഹു തആലക്ക് എല്ലാം അറിയാം. അപ്പം നമ്മളെ വിഷമങ്ങളൊക്കെ എല്ലാം അള്ളാഹിനോട് പറയുമ്പോൾ നമുക്ക് ആ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് ആയിരിക്കും. അത് ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്നു ഒരു തവണയെങ്കിലും ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തും. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയം അത് നന്നാക്കിയെടുക്കും, ഫ്രഷ്നെസ് ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ടാണ് മഹാനായ സെയ്ദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഹൃദയം നന്നാവാനുള്ള മരുന്ന് ദവാഉൽ ഖൽബിൻ്റെ കൂട്ടത്തിൽ 4-ാമതായിട്ട് എണ്ണിയിട്ടുള്ളത് വത്തളറു ബിസ്സഹർ, അത്തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധമാക്കി തരട്ടെ. ഒരു തവണ ഒന്ന് ചെയ്തു നോക്കും, എന്ത് മാറ്റം വരും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.